ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത് നമ്മുടെ ക്ലബ് 1%, എൻ്റെ സ്വന്തം കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ക്ലബ് 1%, പൈസയെ പറ്റിയിട്ടും അതേപോലെ ട്രേഡിങ്ങും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് തന്നെ ചെയ്യുന്നത്. ആ ഒരു സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 4000+ മെമ്പേഴ്സ് ഉണ്ട്, ഒരു 4 ഗ്രൂപ്പുകളായിട്ട്. അപ്പം അതിൽ തന്നെ കൂടുതലും ഈ പറയുന്ന പോലെ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറേ കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതേപോലെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെ ആയിരുന്നു. ആൻഡ് ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്, എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടതെന്നും അത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ വർക്കിലായിരുന്നു. ഇവിടെ തൊട്ട് നമ്മളൊരു സീരീസ് തുടങ്ങുവാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മെൻറ്റർഷിപ്പ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന പോലെ തന്നെ യൂട്യൂബിൽ ആ ഒരു ഫ്രീ മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ആ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇവിടെ. നമ്മൾ കംപ്ലീറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് തുടക്കം തൊട്ടാണ് തുടങ്ങുന്നത്. വാട്ട് ഈസ് ട്രേഡിംഗ് തൊട്ട് നമ്മൾ ഇവിടെ പഠിച്ചു തുടങ്ങും. സോ ആ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് ട്രേഡിംഗ്. എന്താണ് ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ. മിക്ക ആൾക്കാർക്കും അറിയാം എന്താണ് ട്രേഡിംഗ് എന്നുള്ളത്, പക്ഷേ എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂസ് കാണാറുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മലയാളത്തിൽ വ്യാപാരം അല്ലെങ്കിൽ കച്ചവടം എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളാണെങ്കിൽ ഈ ഒരു പേന എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങളാണെങ്കിൽ ഈ ഒരു പേന എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപയ്ക്ക് ബൈ ചെയ്തു. 10 രൂപയ്ക്ക് എന്ത് ചെയ്തു? ബൈ ചെയ്തു. ബൈ ചെയ്തതിന് ശേഷം ഇപ്പം പേനയ്ക്ക് ഡിമാൻഡ് കൂടി. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇപ്പം എക്സാം ടൈം ആണെങ്കിൽ പേനയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡിമാൻഡ് ഉണ്ടല്ലേ, എക്സാംസ് ആണ്. സോ ആൾക്കാർക്ക് പേനയുടെ ആവശ്യങ്ങളുണ്ട്. സോ ഡിമാൻഡ് കൂടിയപ്പം എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ പേനയുടെ ഡിമാൻഡ് കൂടി. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹോൾസെയിൽ റേറ്റ് ആയിട്ടുള്ള 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങളത് ആവശ്യക്കാരന് ഡിമാൻഡ് കൂടിയപ്പം 20 രൂപയ്ക്ക് ലെറ്റ്സ് സേ 20 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്ത്? സെല്ല് ചെയ്ത്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപയ്ക്ക് നിങ്ങൾ ബൈ ചെയ്തിട്ട് വേറൊരാൾക്ക് 20 രൂപയ്ക്ക് നിങ്ങൾ സെല്ല് ചെയ്ത്. ആൻഡ് ഇതിൽ നിന്നുള്ള ആ ഒരു ലാഭം എത്രയാണ്? ഇതിൽ നിന്നുള്ള ലാഭം 10 രൂപ ലാഭം നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങളെടുത്ത്. സോ ഇതെന്താ? കച്ചവടമാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം ബൈ ചെയ്തിട്ട് വേറൊരാൾക്ക് ഡിമാൻഡ് കൂടിയപ്പം നമ്മൾ ഒരു ലാഭത്തിൽ വിറ്റു. സോ ഇത് തന്നെയാണ് ട്രേഡിങ്ങിൽ സംഭവിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്. നമുക്ക് എന്തും അങ്ങ് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അസറ്റ്സ് ആയിരിക്കും. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അസറ്റ്സ്. എന്താണ് അസറ്റ്സ്? അസറ്റ്സ് എന്ന് പറയുമ്പോൾ മൂല്യമുള്ള അല്ലെങ്കിൽ വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന പോലെ പേനയോ ബുക്കോ അല്ലെങ്കിൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമല്ല. വാല്യൂ അല്ലെങ്കിൽ മൂല്യമുള്ള, വാല്യൂ അല്ലെങ്കിൽ മൂല്യം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാല്യൂ എന്ന് തന്നെ പറയാം. വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. നമുക്ക് ട്രേഡിങ്ങിൽ ഒരു അസറ്റ് ബൈ ചെയ്തിട്ട് പ്രൈസ് കൂടുമ്പോൾ സെല്ല് ചെയ്ത് ലാഭം ഉണ്ടാക്കാം. അല്ലെങ്കിൽ വില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്കത് സെല്ല് ചെയ്ത് ഈ പറയുന്ന ചെറിയ പ്രൈസിലോട്ട് എത്തുമ്പോൾ തിരിച്ചു വാങ്ങിച്ചും ലാഭം ഉണ്ടാക്കാം. നമ്മൾ ഈ ചെയ്യുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് വാങ്ങി ഒരു കുറേ നാളുകൾക്ക് നമ്മളത് ഹോൾഡ് ചെയ്ത് വിൽക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഡെയിലി ബേസിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ബേസിൽ നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ട്രേഡിംഗ് ചൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്ക് നമ്മുടെ വെൽത്തിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വളരെ ബേസിക് ആയിട്ട് എന്താണ് ട്രേഡിംഗ് എന്നാണ് പറഞ്ഞു പോയത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കറ്റ്സ്. ലെറ്റ്സ് സീ, ഇപ്പം ഇത് നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ വീടാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് പല പല സാധനങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ചിലപ്പം വെജിറ്റബിൾസ് ആവശ്യമാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു വെജിറ്റബിൾ മാർക്കറ്റാണ്. വെജിറ്റബിൾ മാർക്കറ്റ്. ഇതൊരു ഫിഷ് മാർക്കറ്റാണ്. ഫിഷ് ഒക്കെ കിട്ടുന്ന ഫിഷ് മാർക്കറ്റ്. ഇതാണെങ്കിൽ മീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന മീറ്റ് മാർക്കറ്റ്. ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഫിഷ് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫിഷ് മാർക്കറ്റിൽ പോകും. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആവശ്യമാണെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ പോകും. അതേപോലെ മീറ്റ് ആവശ്യം വരുമ്പോൾ മീറ്റ് മാർക്കറ്റിൽ പോകും. അതായത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കിട്ടുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ പോകുന്നത്. കറക്റ്റ് അല്ലേ? ഇതേപോലെ തന്നെ ട്രേഡിങ്ങിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പല പല അസറ്റ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചു മൂല്യം അല്ലെങ്കിൽ വാല്യൂ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് പല പല കാറ്റഗറി ഓഫ് മാർക്കറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള മാർക്കറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പറയാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒന്നാമത്തെ മാർക്കറ്റ് ആയിരിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണി. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്
ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസ്, അതായത് ഓരോ കമ്പനിക്ക് എന്തുണ്ട്, വാല്യൂ ഉണ്ട്. ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങി വിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്റ്റോക്ക് ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് കറൻസി പെയർസ് ട്രേഡ് ചെയ്യുന്ന ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്. ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓരോരോ രാജ്യത്തിന്റെ കറൻസി പെയർസ് ആയിരിക്കും നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കമ്മോഡിറ്റി മാർക്കറ്റ് ലൈക്ക് ഗോൾഡ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. സോ അതിനാണ് നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് എന്താണോ ആവശ്യം, നിങ്ങൾക്ക് സ്റ്റോക്സിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോകാം, നിങ്ങൾക്ക് കറൻസിയിലാണ് ട്രേഡ് ചെയ്യേണ്ടതെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ പോകാം, നിങ്ങൾക്ക് കമ്മോഡിറ്റി ആണ് വേണ്ടതെങ്കിൽ ഈ പറയുന്ന ഗോൾഡ് ക്രൂഡ് ഓയിൽ ഒക്കെ ആണെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ പോകാം. പിന്നെ അതേപോലെ ക്രിപ്റ്റോ, ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ മാർക്കറ്റിൽ പോകാം. സോ നമുക്ക് എന്താണോ ആവശ്യം അത് കിട്ടുന്ന സ്ഥലത്തെയാണ് നമ്മൾ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രേഡിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് പല പല അസറ്റ്സ് ഉണ്ട്, അതിൽ നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിലോട്ടായിരിക്കും നിങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഫോറക്സ് മാർക്കറ്റാണ്. ഞാനൊരു കറൻസി ട്രേഡറാണ്. ഈ പറയുന്ന പോലെ ഗോൾഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് ഫോറക്സ് ട്രേഡിംഗ് ആണ്. ഞാൻ ചൂസ് ചെയ്ത എൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് സ്ക്രാച്ചിൽ നിന്ന് പോലും ഒരാൾക്ക് ഈ ഒരു സീരീസ് കണ്ടിട്ട് അവർക്ക് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണം. നമ്മുടെ കൂട്ടത്തിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു തുടക്കം തൊട്ടേ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ലെങ്തി ആയിരിക്കും. ഈ പറയുന്ന പോലെ ട്രേഡിംഗ് ഇത്ര ഹൈ ഇൻകം കിട്ടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനും പറ്റത്തുള്ളൂ. ആൻഡ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഫ്രീ മെന്റർഷിപ്പ് എന്നുള്ള രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഈ പറയുന്ന ഡെമോയിലൊക്കെ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കൊണ്ട് പറ്റും. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ആ കിട്ടിയ നോളജ് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് അതിനെ എപ്പോഴും നിങ്ങൾ അപ്പ് സ്കില്ല് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലോട്ട് വരാൻ സാധിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ലെങ്തി ആയിരിക്കും, ബട്ട് സ്റ്റിൽ നിങ്ങളിത് മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ വളരെ വലിയൊരു ഇൻസൈറ്റ്സ് കാര്യങ്ങളും കിട്ടും. സോ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ട്രേഡിംഗ് മാർക്കറ്റ് അനാലിസിസ്. എന്താണ് ട്രേഡിംഗ് മാർക്കറ്റ് അനാലിസിസ്? ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഗാംബ്ലിംഗ് അല്ല. ഈ പറയുന്ന പോലെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചുമ്മാ പ്രിഡിക്റ്റ് ചെയ്തിട്ട് ഇപ്പം മുകളിലോട്ട് വന്നാൽ ബൈ ചെയ്യാം, എപ്പോൾ സെല്ല് ചെയ്യാം, അതൊന്നും ചുമ്മാ റാൻഡംലി ചെയ്യുന്നതല്ല. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അനാലിസിസ് ചെയ്തിട്ടാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊക്കെ അനലിസ്റ്റുകളാണ്. ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അനലിസ്റ്റുകളാണ്. മാർക്കറ്റിനെ പറ്റി പഠിച്ച് മാർക്കറ്റിൽ എപ്പോഴാണ് മാർക്കറ്റിൽ മുകളിലോട്ട് പോകുന്നത്, എപ്പോഴാണ് മാർക്കറ്റ് ബെയറിഷ് ആവുന്നത്, ബുള്ളിഷ് ആവുന്നത്, അല്ലെങ്കിൽ ട്രെൻഡുകൾ, അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഇങ്ങനെ പറയാം, അനാലിസിസ്, ട്രേഡിംഗ് മാർക്കറ്റ് അനാലിസിസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ മാർക്കറ്റ്. മാർക്കറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എന്തിന്, ടു മേക്ക് ദ ഡിസിഷൻ. എപ്പോൾ ബൈ ചെയ്യണം, എപ്പോൾ സെല്ല് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെ, എപ്പോൾ ബൈ ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ സെല്ല് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെ, അനാലിസിസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ മാർക്കറ്റിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. സോ നമ്മുടെ ജേർണിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അനാലിസിസുകളെ പറ്റി കൂടുതൽ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. രണ്ടാമത്തെ ടൈപ്പാണ് ടെക്നിക്കൽ അനാലിസിസ്. മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, ഇമോഷണൽ ഓർ സെന്റിമെന്റൽ അനാലിസിസ്. മൂന്നാമത്തെ ടൈപ്പാണ് ഇമോഷണൽ ഓർ സെന്റിമെന്റൽ അനാലിസിസ്. അതായത് 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ, രണ്ടാമത്തത് ടെക്നിക്കൽ, മൂന്നാമത്തത് ഇമോഷണൽ ഓർ സെന്റിമെന്റൽ അനാലിസിസ്. നമുക്ക് ഇനി ഓരോന്നിനെയും ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് ഏത് അനാലിസിസുകളായിരിക്കും നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് വരുന്ന സീരീസിൽ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഓരോ അനാലിസിസുകളെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കാം. ഈ ഓരോ അനാലിസിസിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാം. സോ ഒന്നാമത്തെ അനാലിസിസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിസ്. സോ എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഈ പറയുന്ന ചാർട്ടിലുള്ള ഓരോ കാര്യങ്ങളെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡേറ്റ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചാർട്ട് അനാലിസിസ്. ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഒന്നുകൂടെ വിളിക്കാം ചാർട്ട് അനാലിസിസ്. സോ ബേസിക്കലി എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രൈസ് ഡേറ്റേനെ അനലൈസ് ചെയ്തിട്ട്, അതായത് മാർക്കറ്റിലുള്ള
ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ പറയുന്ന പ്രൈസ് ഡേറ്റനെ ചാർട്ടിൽ പോയിട്ട് ആ ഒരു പ്രൈസ് ഡേറ്റനെ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ കൂടുതലും ഈ പറയുന്ന പ്രൈസ് മൂവ്മെന്റ്സ്, പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കാം. പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു അപ് ട്രെൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു അപ് ട്രെൻഡിൽ മേ ബി ഒരു ലോവർ ഹയർ ലോയിൽ നിന്ന് ട്രേഡ് എടുക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ലോവർ ഹൈയിലോട്ട് പോകുമ്പോൾ ട്രേഡ് എടുക്കുന്നവരായിരിക്കാം. സോ പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുന്നവരായിരിക്കാം. അസ് വെൽ ആസ് ഈ പറയുന്ന പോലെ ക്യാൻഡിൽ സ്റ്റിക്ക്, നിങ്ങൾക്കറിയാം ചാർട്ടിലെ ക്യാൻഡിൽ സ്റ്റിക്സിനെ മനസ്സിലാക്കിയിട്ട് ക്യാൻഡിൽസിന്റെ ഓരോ കാര്യങ്ങൾ, ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോക്കി ട്രേഡ് ചെയ്യുന്നവരായിരിക്കാം ഈ പറയുന്ന ടെക്നിക്കലിനകത്തുള്ളവർ. അസ് വെൽ ആസ് ഈ പറയുന്ന പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും സപ്പോർട്ടും ആസ് വെൽ ആസ് റെസിസ്റ്റൻസും. സോ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒരു കീ പ്രൈസ് ലെവൽ ഉണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ തട്ടി മുകളിലോട്ട് പോകുന്നതായിരിക്കും ആ ഒരു സപ്പോർട്ട് വെച്ച് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഒരു മുകളിൽ ഒരു കീ പ്രൈസ് ലെവൽ ഉണ്ടെങ്കിൽ അവിടെ തട്ടി മാർക്കറ്റ് താഴോട്ട് വരും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ആസ് വെൽ ആസ് ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസിനകത്ത് വരും. ഇപ്പോൾ ഒരു മാർക്കറ്റ് ഇങ്ങനൊരു ചാനലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഒരു ചാനലിന് വെളിയിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്താൽ അവിടെ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ടെക്നിക്കലിനകത്തുണ്ട്. സോ ബേസിക്കലി ചാർട്ടിനകത്ത പാറ്റേൺസ്, അല്ലെങ്കിൽ ചാർട്ടിനകത്ത ക്യാൻഡില്, അല്ലെങ്കിൽ ചാർട്ടിനകത്ത് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, ബ്രേക്ക് ഔട്ട് കാര്യങ്ങൾ, സോ ഇതൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന ടെക്നിക്കലിനകത്തുള്ളത്. പിന്നെ അതേപോലെ ഇവർ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ട്രേഡിംഗ് വ്യൂ, നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂവിനകത്താണ്. അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന ടെക്നിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിനകത്ത് ആ ഒരു അനാലിസിസിനാണ് നമ്മൾ എന്ത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ബേസിക്കലി നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ട്രേഡിംഗ് വ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇതിനകത്ത് മാർക്കറ്റിൽ ഈ പറയുന്നത് ഇതാണ് ക്യാൻഡിൽസ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ക്യാൻഡിൽസിന്റെ ഓരോ പാറ്റേൺസ് നോക്കി മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അസ് വെൽ ആസ് ഈ പറയുന്ന പോലെ ട്രെൻഡുകൾ നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. സോ ബേസിക്കലി ഈ പറയുന്ന ചാർട്ടിനെ നന്നായിട്ട് മനസ്സിലാക്കി ചാർട്ടിൽ കൂടുതൽ അനാലിസിസ് ചെയ്ത് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്. പിന്നെ അതേപോലെ ഇവർ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ മെത്തേഡാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ആസ് വെൽ ആസ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, പിന്നെ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. ബേസിക്കലി ഈ ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡാണ് ടെക്നിക്കലിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിസിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. ഈ പറയുന്ന പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ക്യാൻഡിൽ സൈക്കോളജി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ട്രെൻഡ് നോക്കിയിട്ട് ഇതൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു സ്ട്രാറ്റജിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡ്രോബാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡ്രോബാക്ക് ഓഫ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്, ഡ്രോബാക്സ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്? ഇപ്പം ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പ് സ്റ്റുഡൻസ്, ഞാൻ ട്രേഡിംഗ് പെയ്ഡായിട്ട് പഠിപ്പിക്കുന്ന എൻ്റെ ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് സ്റ്റുഡൻസിനെ ആണെങ്കിൽ പോലും ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് ഞാൻ ഒരുപാട് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാറില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ എന്താണ് ചാർട്ട്, അല്ലെങ്കിൽ ചാർട്ടിൽ എന്താണ് ക്യാൻഡിൽ, ഒരു ക്യാൻഡിലിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്, അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസിനകത്ത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ആണെങ്കിലും പഠിപ്പിക്കുന്നതായിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് മെത്തേഡ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ ആണെങ്കിലും, എൻ്റെ ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് സ്റ്റുഡൻസിനെ ആണെങ്കിൽ പോലും ഞാൻ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മച്ച് ഓഫ് പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടും ഈ പറയുന്ന പോലെ അതിന് കുറേ ഡ്രോബാക്കുകൾ ഉള്ളതുകൊണ്ടും എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ഒരു ഇൻഡെപ്ത് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബേസിക് ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ബേസിക് പാറ്റേൺസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ വളരെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാനും പഠിപ്പിക്കാറുള്ളൂ. കാരണം ഇതിന് കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ പറയുന്ന കൂടുതലും സപ്പോർട്ട് റെസിസ്റ്റൻസ്, ക്യാൻഡിലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്? ഈ പറയുന്ന യൂട്യൂബിൽ നിന്നിട്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്ന കൂടുതലും കാര്യങ്ങളും പഠിക്കുന്നത് അല്ലേ. 90% ഓഫ് ദ ട്രേഡേഴ്സും ഈ പറയുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജി പഠിക്കുന്നത്. സോ 90% ആൾക്കാർ, നിങ്ങൾ ആലോചിക്കണം, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇത്ര ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു മേഖലയാണ്. ഇത്ര ഈസി ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പഠിക്കാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ബാക്കിയുള്ള മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് പ്രൈസ് ആക്ഷൻ. ഇത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല 90% ആൾക്കാരും ഈ യൂട്യൂബിൽ നിന്ന് പഠിക്കുന്ന ഈ ഒരു ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാസീവ് സക്സസ് ട്രേഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ കരുതുന്നുണ്ടോ? ബേസിക് ആയിട്ട് ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരിക്കലും പറയത്തില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇന്റർനാഷണൽ മാർക്കറ്റ് ആയിട്ടുള്ള ഫോറക്സിലും ഗോൾഡിലും ഒക്കെ പോകുമ്പോൾ മാനിപ്പുലേഷൻസ്, ഏറ്റവും കൂടുതൽ പൈസ തരുന്ന മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ മേഖലയിൽ മാനിപ്പുലേഷൻസ് ഇല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാർക്കറ്റിൽ മാനിപ്പുലേഷൻസ് ആണ് കൂടുതലും. അതായത്
90% ആൾക്കാരും ഈ പറയുന്ന പോലെ ബേസിക് പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് ട്രേഡ് ചെയ്യും. ഈ 90% ആൾക്കാരെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മൾ അതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നതിനകത്ത് കുറേ ഡ്രോബാക്കുകൾ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോബാക്ക് ആണ് മാർക്കറ്റിലെ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ മെത്തേഡാണ് പ്രൈസ് ആക്ഷൻ. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആർക്കറിയാം? വലിയ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയാം. സോ ഇത് നമ്മൾ കുറേ പഠിച്ച് ഇത് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ അടിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ അനാലിസിസിലോട്ട് കിടക്കാം. ഫണ്ടമെന്റൽ അനാലിസിസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഏതൊരു നല്ല ട്രേഡറിനെ എടുത്താലും അവർ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഏതൊരു ട്രേഡറിനെ എടുത്തോട്ടെ, ഇപ്പം ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റിലെ ചാർട്ടിനകത്തുള്ള അനാലിസിസ് ആണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. എങ്കിൽ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് തന്നെ മൂവ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ അനുസരിച്ചായിരിക്കും. അതായത് ന്യൂസ് കാര്യങ്ങൾ മാർക്കറ്റിൽ ഉറപ്പായിട്ടും ഈ എക്സ്റ്റേണൽ ന്യൂസുകൾ മാർക്കറ്റിനെ ഉറപ്പായിട്ടും റിഫ്ലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു രാജ്യം, ഇപ്പോൾ ഞാൻ ട്രേഡിംഗ് ചെയ്യുന്നത് ഇപ്പോൾ കറൻസി ഫോറക്സിലാണെങ്കിൽ ആ രാജ്യത്തിനെ സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങളും ആ മാർക്കറ്റിനെ സംഭവിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാവരും ഉറ്റുനോക്കി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നാണ്. ഇപ്പം സർട്ടൻ ആൾക്കാർ ജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങോട്ട് പോകും, സർട്ടൻ ആൾക്കാർ തോറ്റു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് മാർക്കറ്റിൽ അനാലിസിസ് അല്ലെങ്കിൽ റൂമേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ നോട്ട് നിരോധനം സംഭവിച്ചപ്പോൾ എന്താ മാർക്കറ്റിൽ സംഭവിച്ച? മാർക്കറ്റ് കുത്തനെ താഴോട്ടായിരുന്നു. ആസ് വെൽ ആസ് ലോകത്ത് എല്ലാ ദിവസങ്ങളും ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു സ്പീച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന പുട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു സ്പീച്ച്, ഇതേപോലെ ഓരോ രാജ്യങ്ങൾക്കും ആ ന്യൂസുകളുണ്ട്. ആ ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ റിഫ്ലക്ട് ചെയ്യും. സോ ഇതറിയാണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വലിയൊരു കുഴിയിലോട്ട് ചാടും. അതായത് ന്യൂസൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അത് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വളരെ വലിയ ചാൻസ് കൂടുതലാണ്. ഇപ്പം നിങ്ങൾ കമ്പനീസ് ഓരോരോ ഷെയർസിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഇപ്പം ക്വാർട്ടർലി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ആ കമ്പനി ഇപ്പം താഴോട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസും താഴോട്ടായിരിക്കും വരുന്നത്. അപ്പം ഈ പറഞ്ഞ ടെക്നിക്കൽ മുമ്പ് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇപ്പം ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്ക ആണെങ്കിൽ അവരുടെ ജോബ് ഡേറ്റ റിപ്പോർട്ട് പുറത്തു വിടുകയാണ്. അപ്പോൾ അതിനകത്തൊരു നെഗറ്റീവ് ആസ്പെക്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ്, അല്ലെങ്കിൽ കോർ പ്രൈസ് ഇൻഡെക്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫെഡ് ചെയർമാൻ സ്പീച്ച് അല്ലെങ്കിൽ പവൽ സ്പീച്ച്, ഇതൊക്കെ മാർക്കറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കുഞ്ഞായിട്ടിരുന്ന സമയത്ത് ഇപ്പം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ന്യൂസുകൾ കാണാൻ വലിയ താല്പര്യമുള്ള കൂടുതലല്ല, പക്ഷേ എനിക്ക് സ്പോർട്സ് ന്യൂസുകൾ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ, ഈ പറയുന്ന പോലെ പത്രത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജ് ഈ പറയുന്ന പോലെ ന്യൂസ് ആയിരിക്കും. ആ ലാസ്റ്റ് പേജ് മാത്രം ഞാൻ എന്ത് ചെയ്യും, വായിക്കും. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഞാൻ അപ്പോൾ വായിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആസ് എ ട്രേഡർ, എസ്പെഷ്യലി ഈ പറയുന്ന ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ന്യൂസസ് നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്, അതിൻ്റെ പേരാണ് ഫോറക്സ് ഫാക്ടറി എന്നാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതാണ് ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ന്യൂസുകൾ കാണാം. അതിനകത്ത് നിങ്ങൾ റെഡ് കളറായിട്ടുള്ള ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ ഫിൽറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന കറൻസി പെയർസും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ മാത്രം, ഈ പറയുന്ന റെഡ് ഡേഞ്ചറസ് ന്യൂസുകൾ മാത്രം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് 12:30 $US FOMC ഫോംസ് മീറ്റിംഗ് മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ ഫ്രൈഡേ 7 PM CAD-നകത്തും USD-ക്കകത്തും ഒരുപാട് ന്യൂസുകളുണ്ട്. അപ്പോൾ ആ ഒരു 7 മണി എന്ന് പറയുന്ന സമയമാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമയം 7 മണി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. കാരണം റെഡ് കളർ ന്യൂസ് ആണ്, ഡേഞ്ചറസ് ന്യൂസ് ആണ്. സോ ഈ ഒരു സമയത്ത് മാർക്കറ്റ് എന്തായിരിക്കും, ഹൈലി വോളറ്റൈൽ ആയിരിക്കും. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, മാറി നിൽക്കണം. ഈ ഒരു ന്യൂസ്, ഈ ഒരു ഹൈ ഇമ്പാക്ട് ന്യൂസുകൾ വന്നു പോയതിനു ശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ന്യൂസിന് മുമ്പ് ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. സോ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ച് എങ്ങനെയാണ് ഈ ന്യൂസും കാര്യങ്ങളും നോക്കേണ്ടത്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു.